വരുമെന്ന് പറയാൻ പറ്റില്ല, എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല. ഇതെന്താ അത്? കാലൊന്നും കഴിയാനായില്ല. ഞങ്ങളെയൊക്കെ പുക കണ്ടിട്ടേ അമ്മാവൻ പോകും. അമ്മാവൻ ഞങ്ങളെക്കാളും പ്രായം കുറഞ്ഞ ആളാണ്, അതറിയാം. ഷൈനി, രേഖ, ചിത്ര, സന്തോഷ് കുട്ടൻ ആൻഡ് സന്തോഷ് കാവ് എല്ലാവർക്കും അതാ ട്യൂലിപ്സ് തരുന്നു കേട്ടോ. വീക്കെൻഡ് അല്ലേ? അടിച്ച് പൊളിക്കായിരിക്കും. വീക്കെൻഡ് ശനിയാഴ്ച. ചിത്ര നാളെ കിടന്നുറങ്ങണം. രേഖ, മാരേജ് കഴിഞ്ഞാൽ വയസ്സും കൂടും. മാരേജ് കഴിഞ്ഞാലല്ല, പ്രസവിച്ചാൽ, അല്ലെങ്കിൽ സെൽഫ് കുക്കിംഗ് എന്ന് പറയുന്നുണ്ട്. ചിത്ര, രേഖയുടെ ലൈവ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടില്ല ലൈവ്. ഞാൻ എന്തോ ഒരു ചെറിയത് വന്നപ്പോഴത്തേക്കും രേഖ ഓഫാക്കി പോയി. മാവേലി വരാൻ 5 മാസം ഉണ്ട് ബിന്ദുസ്. സെപ്റ്റംബറോ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഹായ് മലയാളി അല്ലേ? ഹായ് മാവേലി അല്ല, ഹായ് മലയാളിയാണ്. മലയാളി ഹായ്, സുഖമാണ്, എന്തൊക്കെയുണ്ട്? അമ്മയുടെ ഫേസ്വെൽ പാർട്ടിയാണോ? അമ്മയുടെ ഫെയർവെൽ പാർട്ടിയാണോ എന്ന്? അമ്മാവൻ്റെ ഫെയർവെൽ പാർട്ടിയാണോ എന്ന്? ഈശ്വര, അമ്മാവൻ്റെ ഫെയർവെൽ പാർട്ടിയാണോ എന്ന്? ഇത് ഞാൻ ടീച്ചറായിട്ട് സ്കൂളിൽ ദുബായ് കിട്ടിയപ്പോൾ വന്നു. ടീച്ചറായിട്ട് വന്നു അല്ലേ? ടീച്ചിങ് ഇഷ്ടമല്ലേ? അപ്പോൾ മാറിയല്ലോ അല്ലേ? പ്രൊഫഷൻ മാറിയല്ലോ. 98 98. സന്തോഷ് കുട്ടന് 98 മിസ്റ്റർ കൂൾ ഹായ്. ഹലോ മിസ്റ്റർ കൂൾ, ഇത് മാക്രിക്കുട്ടനാണോ? അല്ല, മിസ്റ്റർ കൂൾ പുതിയ ആളാണോ? ഹായ്. 48 ഫെയർവെൽ അല്ല, ഫെയർ വാൾ വിത്ത് ചന്ദനമുട്ടി. അയ്യേ, ചന്ദനമുട്ടിയൊന്നും പറയല്ലേ സന്തോഷ് കുട്ട, പേടിയാവും. ചന്ദനമുട്ടി ഇമ്മക്കൊന്നും ആ യോഗം ഉണ്ടാവില്ല. മരിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചന്ദനായാലും മാവായാലും. പിന്നെ സന്തോഷ് കുട്ട ഓർമ്മിപ്പിക്കല്ലേ. ചിത്ര, നല്ല രസ അവളുടെ വർത്തമാനം. ആണോ? അപ്പോൾ പുരുഷന്മാർക്ക് വയസ്സ് കൂടില്ല അല്ലേ ബിന്ദുസ്? പുരുഷന്മാരൊരു എന്താ പറയുക, അടുത്ത ജന്മം ഞാനൊരു പുരുഷനായി ജനിക്കണേ, എന്നാലല്ലേ അവരെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. രേഖ, ആഫ്റ്റർ ഡ്യൂട്ടി ഈവനിങ് ആണ് വാക്കിംഗ്. വൈകുന്നേരം നടക്കുക അല്ലേ? ഇത്രയും ഹെൽത്ത് എന്താ പറയുക നോക്കുന്ന ഒരാളാണ് രേഖ. 4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും ഇവിടുന്ന്? ഞാൻ ആദ്യം 5 മണിക്ക് എണീറ്റ് നടക്കുകയായിരുന്നു രാവിലെ. എനിക്കൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യണേ മിസ്റ്റർ കൂൾ. എൻ്റെ ലൈവ് പോയിട്ട് എൻ്റെ ഇതിൽ ഒരു കമൻ്റ് ഇടും മിസ്റ്റർ കൂളെ. പിന്നെ മിസ്റ്റർ കൂളിനെ എല്ലാവരും ബ്ലൂ ഉള്ളവരൊക്കെ വന്ന് നോക്കൂ കേട്ടോ അവിടെ, എന്നിട്ട് കൂട്ടാക്കിക്കോളും. മിസ്റ്റർ കൂൾ പുതിയതായിട്ട് വന്നതല്ലേ, അപ്പം ഇന്ന് ബ്ലൂ ഒന്നും തരാൻ പറ്റില്ല. കുറച്ച് ഇടപഴകി നമ്മൾ എല്ലാം മനസ്സിലാക്കിയിട്ട് ഞാൻ ഇവിടെ ബ്ലൂ കൊടുക്കാറ് കേട്ടോ. പിന്നെ നീ എൻ്റെ ഇതിലൊരു കമൻ്റ് ഇടും, ഞാൻ ഇന്ന് രാത്രി വരും. ചിത്ര, 8 ലക്ഷം ഫ്ലാറ്റുണ്ട് റെൻറ്റ് ബിന്ദു. 8 lakhsന് ഫ്ലാറ്റുണ്ട് റെൻറ്റ് ബിന്ദു. 8 ലക്ഷം റെൻറ്റോ? ഷൈനി ചേച്ചി എന്ന് വിളിച്ച് സ്നേഹം തരുന്നുണ്ട്. രേഖ ചേച്ചി കൂട്ടാക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എടാ നീ ആദ്യം കൂളെ എൻ്റെ ഇതിൽ പോയിട്ട് ഒരു ഇതിടണേ, ഞാൻ വരും. ലൈവ് ഓൺലി വൺസ്, ഒറ്റ പ്രാവശ്യം ഇട്ടിരുന്നു. അതന്നെ ലാസ്റ്റ് ഞാൻ വരുമ്പോഴത്തേക്കും ക്ലോസ് ആക്കി. ചിത്ര ചേച്ചി കൂട്ടാക്കുമോ? മോനെ നീ ഇവരൊക്കെ ഒന്ന് കൂട്ടാക്കണേ. മിസ്റ്റർ കൂൾ ഒന്ന് ചാനലിൽ പോയി നോക്ക്. എനിക്ക് പേടിയാ ലൈവ് എന്ന് പറയുന്നുണ്ട്. എന്തിനു പേടിക്കണം? പേടിയാ ലൈവ് എന്ന്. അപ്പോൾ അറിയാം വെയിലിൻ്റെ ചൂട്. ശരിയാ, പിന്നെ വെയിലിൻ്റെ ചൂട് പാവാണ്. പെയിൻറ്റിങ് ഒക്കെ അല്ലേ. സന്തോഷ് കുട്ട, എൻ്റെ മൂഡ് സ്വിങ് മാറി. സന്തോഷ് കുട്ട എന്ന് പറയുന്നുണ്ട്. മൂഡ് പോയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ വാ ചിത്ര, അങ്ങനെ നമുക്ക് സംസാരിച്ചിരിക്കുക, അപ്പം മൂഡ് സ്വിങ് മാറും. ഞാൻ 10 കിലോമീറ്റർ നടക്കും, എനിക്ക് വണ്ടിയില്ല. 10 കിലോമീറ്റർ നടക്കും വണ്ടി ഇല്ലാത്തതിനെ കൊണ്ടോ? അപ്പം നേരത്തെ ഇറങ്ങണ്ടേ? ഞാൻ 12 കിലോമീറ്റർ നിർത്താതെ ഓടിയിട്ടുണ്ട്. ആണോ? ഇതെന്താ അത്? ഹൗ ഓൾഡ് ആർ യു സിനിമയിലുള്ള പോലെയാണോ? ചിത്ര മാഡത്തിന് എന്ത് പറ്റീന്ന് ചോദിക്കുന്നുണ്ട്. ചിത്രേനെ ഇന്നലെ ആരൊക്കെയോ ഒരു ലൈവിൽ വന്നിട്ട്